ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈവനിങ് ടു നൈറ്റ് റുട്ടീനാണ്. ഞാനിതാ വർക്ക് കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല വെള്ളം ആവശ്യമായി വന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പഞ്ചായത്ത് കിണർ. അവിടെ നിന്നാണ് നല്ല വെള്ളം കൊണ്ടുവരുന്നത് കേട്ടോ. ഭക്ഷണം പാകം ചെയ്യാനും കുടിക്കാനൊക്കെ നമ്മൾ കിണറിലെ വെള്ളമാണ് കൊണ്ടുവരാറ്. മോളും വെള്ളത്തിന് വരുന്നുണ്ട് പറഞ്ഞത് അവളുടെ കുട കൊടുത്ത് അവൾ കയറൊക്കെ പിടിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ സന്ധ്യാസമയം ആവാറായി, വിളക്ക് വെക്കണം. അപ്പോൾ വലിയ മോളാണ് വിളക്ക് വെക്കുന്നത്. അവൾക്ക് താഴെ നിന്ന് വിളക്ക് വെക്കാൻ എത്തില്ല കേട്ടോ. അപ്പോൾ അവളിതാ ഒരു ചെറിയ സ്റ്റൂളെല്ലാം വെച്ച് അതിന്മേൽ കയറി നിന്നിട്ടാണ് വിളക്ക് വെക്കുന്നത്. പിന്നെ ഹാളിൽ തന്നെ ചെറിയൊരു നിലവിളക്കും കൊളുത്തി വെക്കാറുണ്ട്. അപ്പോൾ അത് അവളതാ ഹാളിൽ വിളക്കും കൊളുത്തി വെക്കാൻ പോകും. എന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് അമ്പലത്തിൽ പോകാനുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഒരു ചെറിയൊരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ തൊഴാൻ പോകും. എപ്പോഴും ആൾ വിളക്കൊക്കെ വെച്ച് കുളി കഴിഞ്ഞാൽ അമ്പലത്തിലൊക്കെ പോകാറുണ്ട്. കൂടെ ഏട്ടൻ്റെ മോനാണ് കേട്ടോ ഉള്ളത്. അവർ 3 പേരും കൂടി അമ്പലത്തിലൊക്കെ പോയി തൊഴുതാണ്. പിന്നെ എനിക്ക് വൈകുന്നേരം കുറച്ച് അടുക്കളയിൽ പണികളൊക്കെ ഉണ്ടായിരുന്നു. രാവിലത്തെ ചോറ് തിളപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ രാവിലത്തെ കറി കുമ്പളങ്ങ കറിയും സോയാബീൻ കറിയും കുറേശ്ശെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ചൂടാക്കി വെക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം ചൂടാക്കി വെച്ച ശേഷം പിന്നെ രാവിലെ അലക്കിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മടക്കി വെക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം ചൂടാക്കി ഒരു ഭാഗത്ത് വെച്ച ശേഷം തുണി മടക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ ഇതാ അവിടെ മോള് റൂമിൽ ഇരുന്നിട്ട് പാവക്കുട്ടിയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് പാവക്കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവളിങ്ങനെ എടുത്ത് അതിനെ കൊഞ്ചിച്ച് എന്തൊക്കെയോ അതിനെ കൂട്ടം കൂടി ഇങ്ങനെ ഉറക്കുമായിരുന്നു കേട്ടോ കുട്ടീനെ. പിന്നെ ഞാൻ ഇതാ തുണികളെല്ലാം മടക്കി വെച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള റൂമിലാണ് കേട്ടോ തുണികളൊക്കെ വയ്ക്കാറ്. അപ്പോൾ മടക്കിയ തുണികളൊക്കെ എടുത്ത് ഇതാ റൂമിൽ വെക്കാനായിട്ട് പോവുകയാണ്. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരുക്കി വെക്കണമായിരുന്നു. അപ്പോൾ വലിയ മോള് പറഞ്ഞു, അമ്മ പച്ചക്കറി വെക്കുമ്പോൾ എന്നെയും വിളിക്കേ, ഞാനും സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ 2 പേരും കൂടിയിട്ട് പച്ചക്കറികൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ വെച്ചു. അതിനുശേഷം പലചരക്ക് സാധനങ്ങൾ കുറച്ച് ഡപ്പിയിലെല്ലാം കൊട്ടി വെക്കാനുണ്ടായിരുന്നു. അത് കൊട്ടിവെച്ച് ബാലൻസ് നമ്മൾ ഒരു സൈഡ് എല്ലാം കൂടി ഒതുക്കി വെക്കുകയായിരുന്നു. പിന്നെ ഉണ്ണി ടി വി ഇട്ടത് അമ്മ എന്ന് പറഞ്ഞപ്പോൾ ടി വി ഇട്ട് കൊടുത്തു കേട്ടോ. അവർ കൂടുതലും കാർട്ടൂണാണ് കാണുന്നത്. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവർ ഒതുങ്ങിയിരുന്നോളും. ഏട്ടൻ വരാൻ സമയമായി. ഏട്ടൻ രാത്രി 8 മണിയാവും കേട്ടോ. വർക്ക് കഴിഞ്ഞ് എത്തുമ്പോൾ ആളിതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആളിതാ എത്തിയത് എപ്പോഴും കുളിക്കാനായിട്ട് പോകും കേട്ടോ. വർക്ക് കഴിഞ്ഞ് എത്തിയ ആൾ കുളിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. പിന്നെ അച്ചമ്മയും മക്കളും കൂടി കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുട്ടികൾ അച്ചമ്മയ്ക്ക് എന്തൊക്കെയോ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അച്ചമ്മ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അമ്മ വിശക്കണു എന്ന് പറഞ്ഞിട്ട് ചെറുത് പറഞ്ഞു. അപ്പോൾ അതാ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എപ്പോഴും വൈകുന്നേരം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കാറ്. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ച പാത്രങ്ങളും എല്ലാം കൂടി ഉള്ളതൊക്കെ നമ്മൾ രാത്രി തന്നെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് എല്ലാം വെക്കും കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വെച്ച ശേഷം കുട്ടികൾ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് ഉറങ്ങാനുള്ള വിരിയെല്ലാം വിരിച്ച് വെച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്കും ചെയ്യുക.